ഇച്ചിരി കുടിക്കാൻ കയറി പോരാ. അതും ആരാ ഈ മാധു. ഞാനോ? എന്നാലും അവളുമാർക്ക് എന്ത് ധൈര്യം കേട്ടോ നമ്മുടെ സ്പീക്കർ ചോദിച്ചേ. ഇതിനുള്ള പണി നമുക്ക് കൊടുത്തേ പറ്റും. ഓഫ് കോഴ്സ്. വേണ്ടാന്ന് വെക്കുമ്പോ അന്ന് കേറി. അതെ, നമ്മൾ മര്യാദ കാണിച്ചപ്പോ അത് മുതലെടുക്കും. ഇനി നമ്മൾ എന്താന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാം. അതെ, ഞാനൊരു പറയണ കേട്ടെ, നമുക്കിട്ട് തിരിച്ച് പണിയാനുള്ള പരിപാടിയാണ്. ഇവരെന്തിനാ നമ്മളോട് എപ്പോഴും ഇങ്ങനെ ഉടക്കണേ? നമ്മൾ മര്യാദക്ക് പറഞ്ഞതല്ലേ ആ സൗണ്ട് വെക്കാൻ, എന്നിട്ട് കേൾക്കാത്തോണ്ടല്ലേ ഞാനത് പൊട്ടിച്ച്. എന്നാലും എനിക്ക് മനസ്സിലാവില്ല ഇവരുടെ പ്രശ്നം എന്താ. ഇത്രയും വാശി പിടിച്ച് നമ്മൾ ഓടിക്കാൻ നോക്കണം എന്തിനാ? അവര് നന്നായി എന്നാ ഞാൻ ഓർത്ത്. മാധു എന്നോട് നേരിട്ട് സംസാരിച്ചപ്പോ എനിക്ക് എന്തോ ഒരു സന്തോഷമായത്. ഇനി കുളിമുറിയിൽ ഒളിഞ്ഞു നോക്കിയത് മാധുവേട്ടൻ തന്നെ അല്ലേ? അല്ല, എനിക്കങ്ങനെ തോന്നി. ഇനി അവര് പറയുന്ന പോലെ ശരിക്കും ഇവിടെ വല്ല പാരനോർമൽ ആക്ടിവിറ്റീസ് ഉണ്ടോ എന്ന് നമുക്കൊരു ടെസ്റ്റ് നോക്കിയാലോ? എന്തായാലും നമ്മുടെ ഈ വീടിന്റെ പിന്നിൽ കാടല്ലേ, രാത്രി നമുക്ക് അവിടെ പോയി നോക്കാം. ഇനി പ്രേതം ഉണ്ടെന്നാണേ അവിടെ വരുമല്ലോ. അപ്പൊ പ്രേതം ഉണ്ടെങ്കിൽ നമ്മളെ പിടിച്ചാലോ? അതൊക്കെ അന്ധവിശ്വാസ. നമുക്ക് ഇവിടെ പറഞ്ഞല്ലേ രാത്രി പോയി നോക്കാം, എന്നിട്ട് തിരിച്ചു വന്നിട്ട് കാണിച്ചു കൊടുക്കാം അവർക്ക് നമുക്കൊരു പേടിയില്ലെന്ന്. പക്ഷെ എന്തോ ഈ പ്ലാൻ കേട്ടിട്ട് എനിക്ക് ചെറിയ പേടിയാവുന്നുണ്ട്. എടി, നമ്മൾ നാലും കൂടെ അല്ല പോണേ. നീ പേടിക്കണ്ട, ഒന്നും ഉണ്ടാവാൻ പോണില്ല. പിന്നെ ഒരു പ്രേതം ഇതൊക്കെ ചുമ്മാ നമുക്ക് തോന്നുവാടാ. ഇതുപോലൊരു തറവാട്ടില്, അതും ആരും അധികം നാൾ താമസിക്കാത്ത ഈ വീട്ടിൽ വന്നതിന്റെ, പിന്നെ നമ്മുടെ ഈ സിറ്റി ഏരിയയിൽ നിന്ന് ഒക്കെ മാറി ഈ നാട്ടുമ്പുറ ഏരിയയിൽ വന്നതിന്റെ ഒരു ഇത് അത്രേ ഉള്ളൂ. എടാ, അത് പിള്ളേർക്കാണ് ഉണ്ടായെങ്കിൽ ഞാൻ സമ്മതിച്ചേനെ. പക്ഷെ ഇത് എനിക്കാണ് വേണം വന്നേ. ഓഹോ, അപ്പൊ ഞങ്ങള് പൊട്ടന്മാരെന്ന്. അങ്ങനെയെങ്കിൽ അങ്ങനെ. എന്തായാലും ഇത്രയും നേരിട്ടൊന്നും ഉണ്ടായില്ലല്ലോ. അതെ, ഇപ്പൊ എന്തായാലും പ്രശ്നമൊന്നുമില്ല. സോ നമുക്ക് അവർക്ക് പണി കൊടുക്കാനുള്ള കാര്യം ചിന്തിക്കാം. ഓ യാ, എന്റെ സ്പീക്കർ പൊട്ടിച്ചതാ ക്രിമി. അവര് സ്പീക്കർ പൊട്ടിച്ച സ്ഥിതിക്ക് കട്ടക്ക് തന്നെ എന്തെങ്കിലും പണി കൊടുക്കണം. എന്ത് കട്ട? ഐസ്. ഐസ് തീർന്നു, ഞാൻ പോയി വേറെ ഐസ് എടുത്തിട്ട് വരാം. ഓ ചെല്ലി. അപ്പത്തേക്ക് നിങ്ങൾ ഐഡിയ കണ്ടുപിടിക്കും. ചുറ്റൊന്നും ആരുമില്ല, ഞാൻ ഒറ്റക്ക്. ഓ ഗോഡ്, അവരെങ്ങോട്ട് പോണേ? പുറത്തേക്ക് പോണോ? അവർക്ക് ഇത്രക്ക് ധൈര്യമോ? പോയി നോക്കാം. ഞാൻ ഒറ്റക്കോ? നോ വേ. ചേട്ടന്മാരോട് പറയാം. എടാ, അവളന്മാര് പോണെന്ന് ശരിക്കും കണ്ടോ? അതോ ഇനി പ്രേതത്തിനാണ് കൊണ്ടേ? പ്രേതം നമ്മൾ അവിടെ എത്തിക്കാൻ വേണ്ടി ഇല്യൂഷൻ ഉണ്ടാക്കിയതാണെങ്കിലോ? അയ്യോ, എന്നാ ഞാൻ പറഞ്ഞില്ല. പ്രേതമൊന്നും ആവൂല, ഞാൻ ശരിക്കും കണ്ടതാ നാലും കൂടെ പോണേ. അവരൊറ്റക്ക് പോയി വല്ല പ്രശ്നത്തിൽ ചാടും. നിങ്ങൾ വന്നേ, നമുക്ക് പോയി നോക്കാം. വാ വാ. എനിക്ക് പേടിയാവുന്നുണ്ട്. നീ പേടിക്കാതെ വാ. എവിടെടാ? കാണണില്ലല്ലോ. ഇങ്ങോട്ട് ഇറങ്ങണ ഞാൻ കണ്ടേ. എനിക്ക് പേടിയാവണ്ടോ. എടാ, അവളമാര് എന്താ പറ്റേ? സമാധാനമായോ നിങ്ങൾക്ക്? ഞങ്ങൾ പേടിച്ചില്ലേ? ഇപ്പൊ നിങ്ങൾ ജയിച്ചില്ലേ? ഞങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ഇത്രയൊക്കെ. ഇനി ഞങ്ങൾ പേടിച്ചില്ലെന്ന് വേണ്ട, നല്ലോണം പേടിച്ചിട്ടുണ്ട്. കണ്ടോ, ഇവർക്ക് പേടിച്ചിട്ട് പനിയായെന്ന് തോന്നുന്നു. ശ്രീ, തൊട്ടു പോകരുത്. കരുതി ഞങ്ങളൊന്നും മതി. ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് പോയിട്ടുന്ന അത്രയും നിങ്ങൾക്ക് സന്തോഷമായില്ലേ? ഞങ്ങൾ നാളെ തന്നെ പൊക്കോളാം. ആരും എങ്ങോട്ടും പോണില്ല. നിങ്ങൾ പകുതിക്ക് പോകും. എന്നിട്ട് ഞങ്ങൾ പോവാൻ. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പോ അവര് വിചാരിക്കണം നമ്മളാണ് ഇതൊക്കെ ചെയ്തെന്നാ. ദേവാ, ഇതൊക്കെ ശരിക്കും ഉള്ളതാടാ. ഇപ്പോഴും നിനക്ക് വിശ്വാസമായോ? പക്ഷെ ഇത് നമ്മൾ എന്താണ് ചെയ്യാ? ഈ വീട്ടിലെന്തേലും ദുർമരണം നടന്നിട്ടുണ്ടോ? ദുർമരണോ? എന്റെ അറിവിലൊന്നുമില്ല. നോർമലി സിനിമയിലൊക്കെ അങ്ങനെ കണ്ടേക്കണേ. വീട്ടിലേക്ക് വിളിച്ചു ചോദിച്ചാലോ? ചോദിച്ചു നോക്ക്. എന്റെ ബലമായ സംശയം നമ്മുടെ അച്ചാച്ചനാണ് മെയിൻ വില്ലെന്ന്. പോടർക്ക, അങ്ങനെയൊന്നും ആവില്ല. ഇത് വേറെ എന്തോ. ഞാൻ വിളിച്ചു നോക്കിട്ട് വരാം. ആ കുറ്റിക്കാട്ടിലേക്ക് കയറി വിളിക്കാൻ കൂടിന് പ്രേതം വരും. എടാ, നമുക്ക് അകത്തേക്ക് പോവാ. വന്നേ. അപ്പ പറഞ്ഞ അവർക്ക് അങ്ങനൊന്നും അറിയില്ലെന്നോ. അച്ചാച്ചനാണെ ചോദിച്ചിട്ട് എന്നത്തെ പോലെ അനക്കൊന്നുമില്ല. ഇനി ഇവിടെ ഈ ഇഷ്യൂ ഉണ്ടെന്ന് അറിയാവുന്നോണ്ടാണോ ഇത് വിൽക്കാനൊന്നും സമ്മതിക്കാഞ്ഞേ? അത് ശരിയല്ലോ. അപ്പൊ അച്ചാച്ചനൊക്കെ അറിഞ്ഞോണ്ടല്ലോ? അറിയില്ല. അവർക്ക് കുഴപ്പമൊന്നുമില്ല. ഞാനൊരു കണക്കിന് അവര് പോകാതിരിക്കാനുള്ളത് സെറ്റാക്കിയിട്ടുണ്ട്. നീ എന്താ ചെയ്തേ? പാസ്പോർട്ട് അടിച്ചു മാറ്റി, കൂടെ അവരുടെ കാറിന്റെ കീയും. എടാ ഭയങ്കര.
എന്നാ മുറിയുടെ ഡോറോടെ അടച്ചുവിടായിരുന്നു. ഞാൻ ആലോചിച്ചതാ. പിന്നെ അവരുടെ മുറിയിൽ പ്രേതം വന്നിട്ട് അവർക്ക് ഇറങ്ങി ഓടാൻ പറ്റാതായി പോയാലോ എന്ന് ഓർത്ത് വിട്ടെ. പോയി അടിച്ചിട്ട് വരട്ടെ. ഉഫിടെ പൊന്നു മോനെ, നീ തല വെയിലത്തൊന്നും കൊണ്ടുപോവല്ലേ? അതല്ലേലും ഞാൻ കൊണ്ടുപോകാറില്ല. ഹോ ഗൈസ്, ഫോക്കസ്. ഇത് എത്രയും പെട്ടെന്ന് സെറ്റാക്കിയാലേ ശരിയാവും. നമുക്ക് നാളെ രാവിലെ ഇവിടെ ചുറ്റുവട്ടത്തൊക്കെ ഒന്ന് അന്വേഷിക്കാം. എന്താണ് ഈ വീട്ടിലെ പ്രശ്നമെന്ന്. ആർക്കെല്ലാം എന്തെങ്കിലും അറിയാമെങ്കിലോ? പ്രായമുള്ള ആൾക്കാരോട് ചോദിച്ചാൽ അത്രയും നല്ലത്. എങ്ങനെയെങ്കിലും ഇതൊക്കെ അന്വേഷിച്ച് അറിഞ്ഞേ പറ്റുള്ളൂ. എനിക്ക് സത്യം പറഞ്ഞൊരു സമാധാനമില്ല. നമ്മൾ വിട്ടത് പോട്ടെ, ഇതിപ്പോ അവളമാരും കൂടെ അവരെങ്കിലും നമ്മളെ സേഫ് ആക്കിയേ പറ്റുള്ളൂ. എക്സാക്ട്ലി. കുളിമുറിയിലൊക്കെ ഒളിഞ്ഞു നോക്കണമെങ്കിൽ ഈ പ്രേതം ഒരു ചെറ്റ പ്രേതം തന്നെ അല്ലേ? ആ എന്താടാ? എന്നെ തല്ലി. ആര്? പ്രേതം. ബ്രോ സോറി, ചെറ്റ എന്ന തെറ്റിദ്ധാരണ കൊണ്ട് പറഞ്ഞത്. പോട്ടെ പോട്ടെ. ദൈവമേ, സീരിയസ് സിറ്റുവേഷൻ അവൻ കോമഡി ആക്കുമല്ലോ. ഓഹോ, ധൈര്യം ഉണ്ടെന്ന പ്രേതത്തിന് വല്ല തെറി പറ, എന്നിട്ട് മോങ്ങാണ്ടിരി, ഞാൻ കാണട്ടെ. പിന്നെ എനിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. പോയി കിടന്നു മകളെ. അയ്യേ, പോ 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 പോ. എന്റെ ഈശ്വര, ഇതുങ്ങളെ കൊണ്ട് മാധു, നീ വന്നേ, വാ. കുമാരേട്ടാ, എന്നാലും നിങ്ങൾക്ക് ഇവിടെ മുമ്പ് കയറിയപ്പോ ഒന്നും അങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ലേ? ഇല്ല ദൈവമോനെ, ഞാൻ പലപ്പോഴും ഇവിടെ കയറി വൃത്തിയാക്കിയതല്ലേ, പക്ഷെ ഒന്നും ഉണ്ടായിട്ടില്ല. എന്നാ ഇവിടെ പണ്ട് തൊട്ട് താമസിക്കുന്ന വല്ലവരെ കാണാൻ പറ്റുമോ? അവരോട് കുറച്ച് ഡൗട്ട്സ് വയ്ക്കാൻ. അത് ശരി, ഞാൻ കൊണ്ടുപോകാം, നിങ്ങൾ വാ. ആ ഓക്കെ. എന്താ? ഞങ്ങളുടെ പാസ്പോർട്ട് നിങ്ങൾ എടുത്തോ? ഏയ്, നിങ്ങളുടെ പാസ്പോർട്ടെങ്കിൽ ഞങ്ങൾ എടുത്തില്ല. തേങ്ങി. അതിങ്ങനെ തിരിച്ചു തന്നേക്ക്. ഞങ്ങൾ പോയിട്ട് വന്നിട്ട് ആലോചിക്കാം നിങ്ങൾ വിടണോ വേണ്ടോ എന്ന്. ഇപ്പൊ നിങ്ങൾ ഇവിടെ ഇരി. നിങ്ങൾ എന്തോ ഉദ്ദേശിക്കണേ? Just wait, girls. We'll be back after hearing some doubts. Just wait. ഞാൻ നിനക്ക് പനി കുറഞ്ഞൊന്ന് നോക്കാൻ വന്നത്. കിടന്നു. നിക്ക്, എവിടെ ഇരി. എന്താ, എന്തെങ്കിലും വേണോ? ഏട്ടൻ പോയില്ല അവരോട്? ഇവിടെ നിങ്ങൾക്ക് കൂട്ടാരിലും വേണ്ടേ, അതുകൊണ്ട് എന്നെ നിർത്തിയിട്ട് പോയി. നല്ല ബെസ്റ്റാണ് ഞങ്ങൾക്ക് കൂട്ടുകെടുത്ത്. അതെന്നാ വർത്താനടി? ചുമ്മാ. മാധേട്ടാ, ഇവിടെ ശരിക്കും പ്രേതമുണ്ടോ? ഞങ്ങൾ നിങ്ങളോട് എപ്പോ തൊട്ട് പറയുന്നത്, ഇന്നലെ അങ്ങനെയൊക്കെ ചെയ്തത് ഞങ്ങളല്ല. ഞങ്ങൾ പലതവണ ഇവിടെ ഇങ്ങനെ പാരനോമൽ ആക്ടിവിറ്റീസ് എക്സ്പീരിയൻസ് ചെയ്തതാ, അതുകൊണ്ട് നിങ്ങളോട് പറഞ്ഞു. ബട്ട് നിങ്ങള് ശരിക്കൊന്ന് മനസ്സിരുത്തി ആലോചിച്ചപ്പോഴാണ് മനസ്സിലായേ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടേ അത് നിങ്ങളല്ല ചെയ്യണേന്ന്. ഇപ്പോഴേലും ബുദ്ധി ഉദിച്ചല്ലോ. ഞങ്ങൾ ആദ്യം നിങ്ങളെ പേടിപ്പിക്കാൻ ചെയ്തേ അന്ന് നിങ്ങൾ വന്നപ്പോ ഹൊറർ മ്യൂസിക് ഇട്ടത്. അതാണ് നല്ല അന്തസ്സായിട്ട് ചീറ്റിപ്പോയി. കോമഡിയായിരുന്നത്. നിന്റെ ചേട്ടന്റെ ബുദ്ധി. ഓ, അതത്രയൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. ശ്രീ, പിന്നെ അന്ന് കുളിമുറിയിൽ ഒളിഞ്ഞു നോക്കിയത് സത്യമായിട്ട് ഞാനല്ല. എനിക്ക് അങ്ങനെ ഒന്നും ഒളിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. എനിക്ക് അങ്ങനെയൊക്കെയാണ് നേരെ നിന്നെ അങ്ങ് കെട്ടാവുന്നതേ ഉള്ളൂ. അതിനാരും തടസ്സം നിൽക്കുമല്ലോ. ഹാ, എന്ത്? എന്തിനും കേട്ടോ? ഞാനല്ല, അത് പ്രേതം പറഞ്ഞത്. മാധേട്ടാ, പിന്നെ ഇനി നിന്നെ കെട്ടാതെ കുറവുള്ളൂ. കാലം